ഹലോ, അപ്പോൾ ഇന്ന് ഉച്ചയൂണിന് വേണ്ടി അധികം കിട്ടാത്തതായിട്ടുള്ളൊരു സംഭവമാണ് എനിക്കിന്ന് കിട്ടിയിരിക്കുന്നത്. എനിക്കാണെങ്കിൽ ഇത് പപ്പ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് ചേനത്തണ്ട അല്ലെങ്കിൽ ചേനത്തട. ഈ ചേനത്തട നമ്മുടെ നാട്ടിൽ ഈ ഓണം ടൈമൊക്കെ ആകുമ്പോൾ തോരൻ വെക്കാറുണ്ട്. ഇതാണെങ്കിൽ നല്ലപോലെ ക്ലീൻ ചെയ്ത് കൊത്തി കുഞ്ഞായിട്ട് അരിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിന് മെയിനായിട്ട് വേണ്ടത് വൻപയറാണ്. ഈ വൻപയർ തലേദിവസം തന്നെ നമ്മൾ വെള്ളത്തിലിടണം, അല്ലെങ്കിൽ ഇത് വെന്ത് കിട്ടാൻ ഭയങ്കര പാടാണ്. അങ്ങനെ ഞാനാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പൊതുവെ മറന്നു പോകാറുണ്ട്. അങ്ങനെ രാത്രിയിൽ കിടന്നപ്പോഴാണ് ഓർത്തത് വൻപയർ ഇട്ടില്ലല്ലോ എന്ന്. അങ്ങനെ ഓടി വന്ന് വെള്ളത്തിൽ വൻപയർ ഇട്ടതിന് ശേഷമാണ് ഞാൻ ഉറങ്ങിയത്. അതിനുശേഷം നമ്മൾ രാവിലെ എണ്ണീറ്റ് ഈ വൻപയർ ആദ്യം തന്നെ കുക്കറിൽ 2-3 വിസിൽ വരുത്തണം. അത് വെന്ത് വരാൻ കുറച്ച് പ്രയാസമാണ്, അതുകൊണ്ടാണ് 2-3 വിസിൽ വരുത്തിയത്. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ചേനത്തണ്ടിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സാക്കുക. കാരണം ഇത് അരിയുമ്പം തന്നെ നല്ലപോലെ ചൊറിയും. നിങ്ങളൊക്കെ കേട്ടിട്ടില്ലേ അറിയും പിള്ള ചൊറിയുമെന്ന്? അതുപോലെയാണ് നമ്മുടെ ഈ ചേനത്തണ്ടിൻ്റെ ഒരവസ്ഥ. അതിനകത്തോട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നല്ലപോലെ പിഴിഞ്ഞെടുക്കണം. നല്ല ഒരു ജെല്ലിൻ്റെ കൊഴുപ്പുണ്ട് അതിനകത്ത്. അതിനാണ് നമ്മൾ ഈ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ടതിന് ശേഷം അത് നല്ലപോലെ പിഴിഞ്ഞെടുക്കുന്നത്. പിഴിഞ്ഞെടുത്തൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുക. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ പാത്രത്തിലോട്ട് തട്ടിയിടുക. അതിനുള്ളിൽ ചിലരുടെ വെള്ളമൊക്കെ കാണും. ആ വെള്ളം നമ്മൾ ഊറ്റിക്കളയേണ്ട, അതിൻ്റെ രുചി അതാണ്. ആ വെള്ളം അതോടെ തന്നെ അതിനകത്ത് വെക്കുക. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ പിഴിഞ്ഞ് വെച്ച് ചേനത്തണ്ട് അതിനകത്തോട്ട് മിക്സ് ചെയ്യുക. പിന്നെ ദാണ്ടേ ഇപ്പം നമ്മുടെ പേടി സ്വപ്നമായ നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം തേങ്ങ, ഇപ്പം നമ്മളെ സ്വർണ്ണത്തേക്കാൾ പേടിക്കുന്നുണ്ട്. ആ തേങ്ങയ്ക്കുള്ളിൽ തിരിങ്ങിയതിന് ശേഷം കുറച്ച് ജീരകം, പിന്നെ എനിക്ക് കാന്താരി ഉണ്ടായതുകൊണ്ട് കാന്താരിയാണ് ഞാൻ ഇടുന്നത്. പച്ചമുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് ഇടാം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി അത് ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കുക. ഈ ഒരു രീതിയിൽ ചതച്ചെടുത്തതിന് ശേഷം നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നതിനകത്ത് മിക്സ് ചെയ്ത് അതിന് വേണ്ട ഉപ്പ്, കരിയാപ്പില, ഈ ഐറ്റംസ് എല്ലാം നല്ലപോലെ ഇട്ടതിന് ശേഷം അത് തിരിഞ്ഞ് നമ്മൾ അടുപ്പത്താക്കിയതിന് ശേഷം ആവി വരുമ്പോൾ ഒന്ന് ഇളക്കി വീണ്ടും ഒന്ന് പൊത്തി കൊടുക്കുക. അതിൻ്റെ ഉള്ളിലെ വെള്ളം പറ്റി വരുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം വാങ്ങി എടുക്കുക. എന്നാൽ നിങ്ങളും പോര് എൻ്റെ കൂടെ ചോറ് കഴിക്കാൻ. ഓക്കെ, ബൈ.